ഇനി ഒരു ലെമ്മയാണ്. ലെമ്മയുടെ മുകളിലത്തെ ഹെഡിങ് അതിനുശേഷം വരുന്ന തീറത്തിൻ്റെ പറ്റിയുള്ളതാണ്. ആ ഒരു സെക്ഷൻ്റെ ഹെഡിങ് എന്നുള്ളതേ ഉള്ളൂ, ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഓഫ് ഡെറിവേറ്റീവ്സ് എന്നുള്ള. അപ്പോൾ ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഓഫ് ഡെറിവേറ്റീവ്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെമ്മയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം ഐ എന്ന് പറയുന്ന ഒരു ഇന്റർവൽ, and f is a real valued function defined on this interval and c element of I. f has a derivative at c ആണ്. എന്നിട്ട് if f dash of c is greater than 0, derivative positive ആണെങ്കിൽ there exists a delta greater than 0 such that f of x is greater than f of c for some x element of I such that c less than x less than c plus delta. അപ്പം ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി വരുന്ന കുറച്ച് പോയിന്റ്സ് എങ്കിലും സിയുടെ ആ നെയ്ബർഹുഡിൽ കാണും. സിയുടെ റൈറ്റ് സൈഡിലോട്ടുള്ള പോയിന്റുകളിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ആയിരിക്കും. ഇനി എഫ് ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0 ആണെങ്കിൽ ദെയർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ഫോർ സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി. അപ്പം സിയുടെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി വരും. അപ്പം ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുവാണ്. അത് പോസിറ്റീവ് ആണെങ്കിൽ, ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ഫോർ സം സി ഇൻ ദിസ് പോയിന്റ്, അതായത് ഫോർ സം എക്സ് ഇൻ ദ ഇന്റർവൽ സി സി പ്ലസ് ഡെൽറ്റ. ഇനി ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ഫോർ സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി എന്നാണ് കാണിക്കേണ്ടത്. അപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ട് എടുക്കാം. നമുക്ക് എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 എന്നുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്നല്ലേ. എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതാണ് മീനിങ്. അപ്പം ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഒരു നെയ്ബർഹുഡിൽ മൊത്തം ഈ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമുക്ക് പറയാം there exists a delta greater than 0 such that if x element of I with 0 less than mod x minus c less than delta, then f of x minus f of c divided by x minus c is greater than 0. ഈ ലിമിറ്റ്, ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ ഒരു നെയ്ബർഹുഡിൽ മൊത്തം ആ ഫംഗ്ഷന്റെ ലിമിറ്റ്, ആ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ലിമിറ്റാണ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി will be greater than 0 if 0 less than x minus c less than delta. അപ്പോൾ നമ്മൾ x greater than, അപ്പോൾ നമുക്ക് 0 less than mod x minus c less than delta വരുമ്പോൾ f of x minus f of c divided by x minus c greater than 0 എന്നുണ്ട്. എന്നിട്ട് നമ്മൾ x greater than c എന്നുള്ള കണ്ടീഷൻ കൂടെ നമ്മൾ എടുക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സിയെ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് എടുക്കാമല്ലോ. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ സി ആയതുകൊണ്ട് ഈ ടേം പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു എക്സ് മൈനസ് സി എന്നുള്ള വാല്യൂ 0ക്കും ഡെൽറ്റയ്ക്കും ഇടയ്ക്കാണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റയും എക്സ് ഗ്രേറ്റർ ദാൻ സി, ഈ രണ്ട് കണ്ടീഷനുകൾ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂനും സി പ്ലസ് ഡെൽറ്റയുടെ ഇടയ്ക്ക് വേണ്ട എക്സ് കിടക്കാൻ, ഇതനുസരിച്ച് സി മൈനസ് ഡെൽറ്റയ്ക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്കാണ് എക്സ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ സി എന്നുള്ള കണ്ടീഷൻ കൂടെ എടുത്തു. അപ്പോൾ അത് സിക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്ക് കിടക്കും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എഫ് ഡാഷ് ഓഫ് സി പോസിറ്റീവ് എന്ന് എടുത്തപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ഫോർ സി എക്സ് ബിറ്റ്വീൻ സി ആൻഡ് സി പ്ലസ് ഡെൽറ്റ എന്ന് കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ട് എടുക്കുക. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ലിമിറ്റ് ലെസ് ദാൻ 0 എന്ന് എടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി ലെസ് ദാൻ 0 എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം എക്സ് ഡെൽറ്റ, നമ്മൾ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് പറയാം ഈ ഫംഗ്ഷന്റെ വാല്യൂ ലെസ് ദാൻ 0 വരുന്ന ഒരു ഇന്റർവൽ കാണും. 0 ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ 0. അപ്പോൾ ഇത് ലെസ് ദാൻ 0 ആയിരിക്കും. ഇനി നമ്മൾ എക്സ് ലെസ് ദാൻ സിയും കൂടെ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം എക്സ് മൈനസ് സി വിൽ ബി ലെസ് ദാൻ 0. Therefore, ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുമ്പം സി മൈനസ് ഡെൽറ്റയ്ക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്കാണ് എക്സ് കിടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ സി ആകുമ്പം സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി, ഈ രണ്ട് കണ്ടീഷൻ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി എന്ന് പറയും. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി എന്ന് പറയുന്നത്
എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് മൈനസ് സി വരും. എക്സ് മൈനസ് സി ലെസ് ദാൻ 0 ആണ്, ഇതും ലെസ് ദാൻ 0, രണ്ട് ലെസ് ദാൻ 0 ആകുമ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ഇഫ് സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം രണ്ട് കേസിൽ നമ്മൾ എഫ് ഡാഷ് ഓഫ് സി പോസിറ്റീവ് എടുത്തപ്പം സിക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്ക് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി എന്ന് കിട്ടി. നമ്മൾ സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി എടുത്തപ്പോഴും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി എന്ന് കിട്ടി. അപ്പം എഫ് ഡാഷ് ഓഫ് സി പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ഫോർ ദിസ് ഇന്റർവൽ, ആൻഡ് എഫ് ഡാഷ് ഓഫ് സി നെഗറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് സി ഫോർ സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി എന്ന് നമുക്ക് കിട്ടി. ഈ ലെമ്മ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഡാർബോസ് തിയറം പറയുന്നത്. ഡാർബോസ് തിയറം എന്ന് പറയുന്നത് നമ്മൾ ആ പേരുള്ളൊരു തിയറമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു തിയറമാണ്. അതുകൊണ്ട് തന്നെ അപ്പം ഡാർബോസ് തിയറം ആക്ച്വലി എന്താണ്? ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫോർ ഡെറിവേറ്റീവ്. നമ്മൾ ബോൾസാനോസ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇത് ഡാർബോസ് തിയറം എന്ന് പറയുന്ന ആക്ച്വലി ഒരു ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറമാണ്. എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫോർ ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ്സിന്റെ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറമാണ് ഡാർബോസ് തിയറം എന്ന് പറയുന്നത്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഐ ആൻഡ് ഇഫ് കെ ഈസ് എ നമ്പർ ബിറ്റ്വീൻ എഫ് ഡാഷ് ഓഫ് എ ആൻഡ് എഫ് ഡാഷ് ഓഫ് ബി. അപ്പൊ ഐ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ഇന്റർവൽ. ക്ലോസ്ഡ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് എഫ് ഡാഷ് ഓഫ് എ k is a number between f dash of a and f dash of b. f dash of അതായത് n പോയിന്റുകളുടെ ഡെറിവേറ്റീവിന്റെ ഇടയ്ക്കത്തെ ഒരു വാല്യൂ ആണ് k എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ there exists a c in open interval a b such that f dash of c equal to k. അപ്പോൾ നമ്മൾ പറയുന്ന ഇത്രേ ഉള്ളൂ, f ഒരു ക്ലോസ്ഡ് ഇന്റർവൽ ഡിഫറൻഷ്യബിൾ ആണ്. എന്നിട്ട് ആ എഫ് ഡാഷ് ഓഫ് എയുടെയും എഫ് ഡാഷ് ഓഫ് ബിയുടെയും ഇടയ്ക്കത്തെ ഒരു വാല്യൂ ആണ് കെ എങ്കിൽ അത് അറ്റൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ കാണും. അതായത് എഫ് ഡാഷ് ആ പോയിന്റ് അറ്റൈൻ ചെയ്യുന്നത്, എഫ് ഡാഷ് ആ വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ കാണും. ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം അതാ പറയുന്നത്. ഇത് എഫ് ഡാഷിന്റെ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. മറ്റേ നമ്മൾ ഫംഗ്ഷന്റെ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറമാണ് പഠിച്ചത്. ഇത് ഡെറിവേറ്റീവിന്റെ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറമാണ് പറയാൻ പോകുന്നത്. അപ്പം എഫ് ഡിഫറൻഷ്യബിൾ ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് കെ ഈസ് എ നമ്പർ ബിറ്റ്വീൻ എഫ് ഡാഷ് ഓഫ് എ ആൻഡ് എഫ് ഡാഷ് ഓഫ് ബി, then there exists a c in open interval a b such that f dash of c equal to k. അപ്പം നമ്മൾ k എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്കും എഫ് ഡാഷ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. k is a number between എഫ് ഡാഷ് ഓഫ് എ ആൻഡ് എഫ് ഡാഷ് ഓഫ് ബി. നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുവാണ്. കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കെ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഇനി നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, അതും കണ്ടിന്യൂസും ആണ്. അതേപോലെ തന്നെ കെ എക്സ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതും കണ്ടിന്യൂസ് ആണ്. അപ്പം ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് നമുക്ക് ഡിഫറൻഷ്യബിളും ആണ്, കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഇനി കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ ആയതുകൊണ്ട് മാക്സിമം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച മാക്സിമം മിനിമം കണ്ടിന്യൂറ്റിക്ക് അത് പഠിച്ച മാക്സിമം മിനിമം തിയറം അനുസരിച്ച് ജി അറ്റൈൻസ് ഈസ് മാക്സിമം എന്ന് പറയാലോ. therefore ജി അറ്റൈൻസ് ഇസ് മാക്സിമം ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ എവിടെയെങ്കിലും അതിൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ജി ഡാഷ് ഓഫ് എക്സ് എടുക്കുവാണെങ്കിൽ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കെ മൈനസ് എഫ് ഡാഷ് ഓഫ് കെ കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. അപ്പം കെ മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് വരും. ഇനി ജി ഡാഷ് ഓഫ് എ നമ്മൾ നോക്കുവാണെങ്കിൽ അത് കെ മൈനസ് എഫ് ഡാഷ് ഓഫ് എ ആണ്. കെ മൈനസ് എഫ് ഡാഷ് ഓഫ് എ ആണ് ചെറുത്, അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കുമല്ലോ. കെയും എഫ് ഡാഷ് ഓഫ് എക്കും എഫ് ഡാഷ് ഓഫ് ബിയുടെ ഇടയ്ക്കത്തെ വാല്യൂ ഒക്കെ, അപ്പോൾ കെ മൈനസ് എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം ജി ഡാഷ് ഓഫ് എ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പറയാം there exists a delta. ഇപ്പോൾ പഠിച്ച ലെമ്മ അനുസരിച്ച് there exists a delta greater than 0 such that g of x is greater than g of a for a less than x less than എ പ്ലസ് ഡെൽറ്റ എന്ന് പറയാലോ. നമുക്ക് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ട് ജി ഓഫ് എക്സിന്റെ വാല്യൂ ജി ഓഫ് എക്കാളും വലുതായിട്ടുള്ള കുറച്ച് പോയിന്റുകളെങ്കിലും കാണും ഇപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച്. അപ്പം നമുക്ക് എന്ത് പറയാം, എ എന്ന് പറയുന്നൊരു മാക്സിമം പോയിന്റ് അല്ല, കാരണം എയുടെ നെയ്ബർഹുഡിൽ എക്കാളും വലിയ വാല്യൂസ് എക്സിൽ അറ്റൈൻ ചെയ്യുന്നുണ്ട്. therefore G is not a maximum point.
അപ്പം നമ്മൾ ജി ഡാഷ് ഓഫ് എ പോസിറ്റീവ് എന്ന് എടുത്തപ്പോൾ നമുക്ക് എയുടെ ഒരു നെയ്ബർഹുഡിൽ ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് എ എന്ന് കിട്ടും. ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് എ ആയതുകൊണ്ട് ജി ഒരു മാക്സിമം പോയിന്റ് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പം മാക്സിമം ഓഫ് ജി ഡസ് നോട്ട് ഒക്കർ അറ്റ് എ. ഇനി നമ്മൾ ബി നോക്കുവാണെങ്കിൽ നമുക്ക് ജി ഡാഷ് ഓഫ് ബി എന്ന് പറയുന്നത് കെ മൈനസ് എഫ് ഡാഷ് ഓഫ് ബി വരും. ഇനി കെ മൈനസ് എഫ് ഡാഷ് ഓഫ് ബി എന്ന് പറയുന്നത് സീറോയാണ്, കാരണം ലെസ് ദാൻ സീറോയാണ്, കാരണം കെ ആണ് എഫ് ഡാഷ് ഓഫ് ബിയെക്കാളും ചെറുത്. എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് ബി ആയതുകൊണ്ട് കെ ആണ് ചെറുത്, അപ്പോൾ ഇത് ലെസ് ദാൻ സീറോ വരും. അപ്പോൾ ജി ഡാഷ് ഓഫ് ബി ലെസ് ദാൻ സീറോ ആയതുകൊണ്ട് നമുക്ക് പറയാം ദെയർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് ബി ഫോർ ബി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് ബി ആയിരിക്കും നമ്മളിപ്പോൾ പഠിച്ച ലെമ്മ അനുസരിച്ച്. അപ്പം ജി ഡസ് നോട്ട് അറ്റെയിൻ ഇസ് മാക്സിമം അറ്റ് ബി. ബിയിലും മാക്സിമം ഇല്ല എന്ന് അറ്റെയിൻസ് ഇസ് മാക്സിമം അറ്റ് ബി. അപ്പം ജി മാക്സിമം അറ്റെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എയിലും അല്ല അത് ബിയിലും അല്ല എന്ന് കിട്ടി. പക്ഷെ നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ മാക്സിമം അതിന് അറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ജി എയിലും മാക്സിമം അറ്റെയിൻ ചെയ്യുന്നില്ല, ബിയിലും മാക്സിമം അറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പം ജി അറ്റെയിൻസ് ഇസ് മാക്സിമം സംവെയർ ബിറ്റ്വീൻ എ ആൻഡ് ബി. ദെയർഫോർ ജി അറ്റെയിൻസ് ഇസ് മാക്സിമം at some point C between A and B. എക്കും ബിക്കും ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ സി എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ എ ബിയിലായിരിക്കും. സച്ച് ദാറ്റ് ജി ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ജി ഓഫ് സി എന്ന് പറയുന്നത് മാക്സിമം ആണ്. ജി ഓഫ് സി ഈസ് മാക്സിമം. സി എന്ന് പറയുന്നത് മാക്സിമം പോയിന്റ് ആണ് എങ്കിൽ നമ്മൾ അതൊരു ഇന്റീരിയർ പോയിന്റിൽ മാക്സിമം അറ്റൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇന്റീരിയർ എക്സ്ട്രീമം തിയറം അനുസരിച്ച് ജി ഡാഷ് ഓഫ് സി സീറോ എന്ന് പറയാമല്ലോ. ജിയുടെ മാക്സിമം വാല്യൂ സിയിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ആ പോയിന്റ് ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും. നമ്മൾ ഈ മൊഡ്യൂളിൽ ആദ്യം പഠിച്ച തിയറം ഇന്റീരിയർ എക്സ്ട്രീമം തിയറം വെച്ചിട്ട് ജി ഡാഷ് ഓഫ് സി സീറോ ആയിരിക്കും. ജി ഡാഷ് ഓഫ് സി എന്ന് പറയുമ്പോൾ അത് കെ മൈനസ് എഫ് ഡാഷ് ഓഫ് സി ആണ്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു കെ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം ദെയർ എക്സിസ്റ്റ് എ പോയിന്റ് സി ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു കെ. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തത് നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്കും എഫ് ഡാഷ് ഓഫ് ബിക്കും ഇടയ്ക്കത്തെ ഒരു വാല്യൂ ആണ് കെ. എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓൺ ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്കും എഫ് ഡാഷ് ഓഫ് ബിക്കും ഇടയ്ക്കത്തെ ഒരു പോയിന്റ് ആണ് കെ എങ്കിൽ ആ കെ അറ്റൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഡെറിവേറ്റീവ് ആ പോയിന്റ് അറ്റൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഓപ്പൺ ഇന്റർവലിൽ കാണും. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് ഓപ്പൺ ഇന്റർവലിൽ കാണും എന്നാണ് കാണിക്കേണ്ടത്. അപ്പം നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തു. ജി ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് അത് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഇനി ജി ഡാഷ് ഓഫ് എക്സ് നോക്കിയപ്പോൾ നമുക്ക് കെ മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടി. അപ്പം ജി ഡാഷ് ഓഫ് എ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടും, കാരണം എഫ് ഡാഷ് ഓഫ് എ ആണ് ചെറുത്. ജി ഡാഷ് ഓഫ് എ പോസിറ്റീവ് ആയതുകൊണ്ട് എയുടെ ഒരു നെയ്ബർഹുഡിൽ മൊത്തം ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് എ എന്ന് നമുക്ക് ലെമ്മ അനുസരിച്ച് പറയാൻ പറ്റും. ഇപ്പം ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് എ ആയതുകൊണ്ട് എ എന്ന് പറയുന്നത് മാക്സിമം പോയിന്റ് അല്ല. ഇനി നമ്മൾ ജി ഡാഷ് ഓഫ് ബി നോക്കുമ്പോൾ അത് കെ മൈനസ് എഫ് ഡാഷ് ഓഫ് ബി ആണ്. അത് ലെസ് ദാൻ സീറോയാണ്, കാരണം എന്താ എഫ് ഡാഷ് ഓഫ് ബി ആണ് വലുത്. അപ്പം നമുക്ക് ജി ഡാഷ് ഓഫ് ബി ലെസ് ദാൻ സീറോ ആയതുകൊണ്ട് ബിയുടെ ഒരു നെയ്ബർഹുഡ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് ബി എന്ന് പറയാൻ പറ്റും ഇപ്പോഴത്തെ ലെമ്മ വെച്ച്. അപ്പോൾ അതുകൊണ്ട് ജി അവിടെയും മാക്സിമം അറ്റൈൻ ചെയ്യില്ല. അപ്പോൾ എയിലും മാക്സിമം ഇല്ല, ബിയിലും മാക്സിമം ഇല്ല, പക്ഷേ ജിക്ക് മാക്സിമം അറ്റൈൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്കത്തെ ഒരു പോയിന്റ് ആയിരിക്കും, ഇന്റീരിയർ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ജി അറ്റൈൻസ് ഇസ് മാക്സിമം അറ്റ് ആൻ ഇന്റീരിയർ പോയിന്റ് സി. അപ്പോൾ അവിടെ നമുക്ക് മാക്സിമം അറ്റൈൻ ചെയ്യും. മാക്സിമം പോയിന്റിൽ ഡെറിവേറ്റീവ് സീറോ ആണ് നമ്മൾ ഇന്റീരിയർ എക്സ്ട്രീമം തിയറത്തിൽ പഠിച്ചു. അതുകൊണ്ട് ജി ഡാഷ് സീറോ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ മീനിങ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു കെ ആണ്. ഇനി നോട്ട് പറയുന്ന ഡാർബോസ് തിയറം എന്താണെന്നുള്ളതാണ്. ഡാർബോസ് തിയറം നമ്മൾ പറയുന്നത് എഫ് ഡാഷിൻ്റെ ആണ്. ആ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. എന്നിട്ട് എഫ് ഡാഷ് ഓഫ് എക്കും എഫ് ഡാഷ് ഓഫ് ബിക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട്. ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷിന് ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഉണ്ട്. അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് എന്ന് പറയുന്ന ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് ക്ലോസ്ഡ് ഇന്റർവൽ ആണെങ്കിൽ
എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. ഡിഫറൻഷ്യബിൾ ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിന് ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഡെറിവേറ്റീവിന് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബി എന്നുള്ള രണ്ട് വാല്യൂസ് അത് അറ്റൈൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കത്തെ എല്ലാ വാല്യൂസും ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തപ്പം നമുക്ക് കണ്ടു എഫ് ഡാഷ് ഓഫ് എക്കും എഫ് ഡാഷ് ഓഫ് ബിക്കും ഇടയ്ക്കത്തെ ഒരു വാല്യൂ ആണ്, ആർബിട്രറി വാല്യൂ ആയിരുന്നു. ആ വാല്യൂ അത് അറ്റൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? എഫ് ഡാഷിന് ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഉണ്ട്. രണ്ട് വാല്യൂസിൻ്റെ ഇടയ്ക്കത്തെ എല്ലാ വാല്യൂസും എഫ് ഡാഷ് അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒരു എക്സാമ്പിളാണ് തന്നേക്കുന്നത്. -1 എന്നുള്ള ഇന്റർവെൽ നിന്ന് ആറിലോട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. g of x equal to 1 if 0 less than x less than or equal to 1, 0 if x equal to 0, -1 if -1 less than or equal to x less than 0. ഇത് ആക്ച്വലി നമ്മുടെ സിഗ്നം ഫംഗ്ഷനെ -1 തൊട്ട് 1 വരെയുള്ള ഇന്റർവെല്ലോട്ട് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തേക്കുക. -1 തൊട്ട് 0 വരെ -1, 0യിൽ 0, 0 തൊട്ട് 1 വരെ അത് 1. ഇത് ആക്ച്വലി നമ്മുടെ സിഗ്നം ഫംഗ്ഷനാണ്. പക്ഷെ നമുക്കറിയാം ഈ ഫംഗ്ഷന് 1ഉം 0യും -1 എന്നുള്ള വാല്യൂസ് മാത്രമേ അറ്റൈൻ ചെയ്യുന്നുള്ളൂ. അതായത് 1നും -1നും ഇടയ്ക്ക് 0 എന്നുള്ള വാല്യൂ മാത്രമേ അത് അറ്റൈൻ ചെയ്യുന്നുള്ളൂ. വേറെ വാല്യൂസ് ഒന്നും ഇത് അറ്റൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പം ജി എന്നുള്ള ഫംഗ്ഷന് 1ഉം 0യും അതായത് -1നും 1നും ഇടയ്ക്ക് അത് അറ്റൈൻ ചെയ്യുന്ന വാല്യൂസ് 0 മാത്രമേ ഉള്ളൂ. 1നും -1നും ഇടയ്ക്ക് വേറെ വാല്യൂസ് ഒന്നും ഇത് അറ്റൈൻ ചെയ്യുന്നില്ല. അപ്പം ജിക്ക് ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഇല്ല. ജിക്ക് ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം there exists no f such that f dash equal to g. ഒന്നിൻ്റെയും ഡെറിവേറ്റീവായിട്ട് ജിക്ക് വരാൻ പറ്റില്ല. ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് ഇന്റർവൽ -1, 1ൽ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവായിട്ട് ജിക്ക് വരാൻ പറ്റില്ല. കാരണം ഡെറിവേറ്റീവ് ആയിരുന്നുവെങ്കിൽ ആ ഡെറിവേറ്റീവ് ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം ക്ലോസ്ഡ് ഇന്റർവൽ -1ലെ ഒരു ഫംഗ്ഷന് ഡിഫറൻഷ്യബിൾ ആയിരുന്നുവെങ്കിൽ അതിന് ആ ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നെങ്കിൽ അത് ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ ജി 0 എന്നുള്ള ഒറ്റ വാല്യൂ മാത്രമേ 1നും -1നും ഇടയ്ക്ക് എടുക്കുന്നുള്ളൂ. 1/2, 1/3 അല്ലെങ്കിൽ -1/2 അങ്ങനത്തെ വാല്യൂസ് ഒന്നും ജി എടുക്കുന്നില്ല. അപ്പം ജിക്ക് ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഇല്ലാത്തത് കൊണ്ട് ജിക്ക് ഒന്നിൻ്റെയും ഡെറിവേറ്റീവ് ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഒന്നിൻ്റെയും ഡെറിവേറ്റീവായിട്ട് വരാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.